എൻ്റെ പേര് ലെഫിമോൾ ആൻ്റണി. ഞാൻ എടത്തുവ ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2022 ഞാൻ ഉടമ്പടി എടുത്തത്. ഞാനിപ്പോൾ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. 2 ദിവസം മുമ്പ് എൻ്റെ കുഞ്ഞും ഞാൻ കൃപാസനത്തെ സാക്ഷ്യം കേട്ടോണ്ടിരിക്കുമായിരുന്നു ഞായറാഴ്ച. അപ്പോൾ എൻ്റെ മോന് ഹോളിരിക്കുമായിരുന്നു. അവൻ സൈക്കിളിൻ്റെ നട്ട് മൂക്കി കയറ്റി. അപ്പോൾ ആരും അറിയുന്നില്ലായിരുന്നു. പക്ഷേ ഇവൻ ഓടി എൻ്റെ അടുക്ക് വന്നു, മൂക്കിലിങ്ങനെ തൊട്ട് കാണിച്ചു. ഞാൻ നേഴ്സാണ്. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കി, അവൻ്റെ തലയൊന്നും തിരിച്ചില്ല. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്കിത് കാണാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു. അപ്പോൾ എനിക്കറിയാമായിരുന്നു ഇതൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും, പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ കൊണ്ടുപോയി. പക്ഷെ അവരത് വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കി തന്നു. കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലത്തു നിന്ന് അങ്ങ് ഉള്ളിലോട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കി വെച്ചു. എന്നിട്ട് എൻ്റെ കുഞ്ഞിന് പക്ഷേ കുഴപ്പങ്ങളൊന്നുമില്ലെന്ന്, അവൻ ബ്രീത്തിങ് ഒന്നും അവനൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡുള്ള ഏരിയയിലായിരുന്നു ഇരുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പുഷ്പേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. സൺഡേ ആയതുകൊണ്ട് OP ഡോക്ടേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കാഷ്വാലിറ്റി കൊണ്ടുപോയി. ഞാൻ പോകുന്ന വഴിക്ക് പ്രാർത്ഥിച്ചു, മാതാവ് ഏതെങ്കിലും ഒരു ENT സർജനോ ആരെങ്കിലും നല്ലൊരു കൺസൾട്ടൻ്റ് അവിടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ കസിനെ എല്ലാം വിളിച്ചു. എൻ്റെ ബ്രദർ എൻ്റെ കൂടെ വന്നു, കസിൻ ബ്രദറും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കുഞ്ഞിനെ ആക്കി കാഷ്വാലിറ്റിയിലാക്കി കഴിഞ്ഞപ്പം അവർ 2 പ്രാവശ്യം ട്രൈ ചെയ്തു. ENT ഡോക്ടർ വന്നിട്ട് ഒരു പ്രാവശ്യം അവരുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം എടുത്ത് ട്രൈ ചെയ്തു. എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ നന്നായിട്ട് എനിക്ക് കേൾക്കാം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, മൂക്കിൽ കൂടെ എല്ലാം നമ്മൾ ബ്ലഡ് വരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നീ പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങി നിന്നു. അവർ കഥ അടച്ചിട്ടും എൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദവും കരച്ചിലും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അത്രയും ശബ്ദത്തിലാവും കരയുന്നത്. അവർ 1 പ്രാവശ്യം ട്രൈ ചെയ്തു, 2 പ്രാവശ്യം ട്രൈ ചെയ്തു, കിട്ടുന്നില്ല. അവർ സീനിയർ സർജനെ വിളിച്ചു. അപ്പം സൺഡേ ആയതുകൊണ്ട് അവർ വരത്തില്ല, 4 മണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പിന്നെയും പറഞ്ഞു കുഞ്ഞിൻ്റെ കരച്ചിലൊന്നും നിൽക്കട്ടെ, നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ടും കിട്ടുന്നില്ല. ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം കുഞ്ഞിൻ്റെ മുഖമൊക്കെ നീര് ചെറുതായിട്ട് വെക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം, എൻഡോസ്കോപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയിട്ടൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് അവർ എക്സ്റേ എടുത്തു. അപ്പോൾ ഈ സമയങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട്, എന്നോട് ആരോ ഒന്ന് പറയുന്നു നീ സാക്ഷ്യം പറയാമെന്ന് പറ, അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തോന്നലാണ്. ഒരു ഇടവിട്ട് എൻ്റെ മനസ്സിൽ ഇത് ചിന്തകൾ വരുന്നുണ്ട്, സാക്ഷ്യം പറ. ഞാൻ വിചാരിച്ചു എൻ്റെ തോന്നല കൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്തു. എൻഡോസ്കോപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി. ഞാൻ അപ്പം കൃപാസന മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കഴുത്തിലുണ്ട്. ഞാൻ ആ റൂമിൻ്റെ വാതിക്കലെല്ലാം അത് വെച്ചിട്ട് ഞാൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ വെച്ചോ ട്രൈ ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോഴും കുഞ്ഞിൻ്റെ ഭയങ്കരമായ കരച്ചിൽ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, താങ്ങാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു. ഞാൻ അന്നേരവും എൻ്റെ മനസ്സിൽ പറഞ്ഞു സാക്ഷ്യം പറയാൻ പറഞ്ഞു. ഞാൻ അന്നേരവും സാക്ഷ്യം പറഞ്ഞില്ല. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇനിയും പറ്റത്തില്ല, ചിലപ്പോൾ സെഡേഷൻ കൊടുക്കേണ്ടി വരും, മൈനർ OTയിലോ വെള്ളം കൊണ്ടുപോയിട്ട് എടുക്കേണ്ടി വരുമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം മറ്റേ സീനിയർ ഡോക്ടർ പറഞ്ഞു പുള്ളിക്കാരത്തി അങ്ങനെയാണെങ്കിൽ 11 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഒത്തിരി സമയം ലേറ്റ് ആവുകയാണ്. അപ്പോൾ അത്രയും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. 2ാമത് അവർ ഒന്നുകൂടി ട്രൈ ചെയ്യാൻ വേണ്ടി എൻഡോസ്കോപ്പി ഡിപ്പാർട്ട്മെൻറ്റ് വീണ്ടും കയറ്റി. ഞാൻ അന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞിൻ്റെ ഭയങ്കരമായ ശബ്ദം കൂടി വരുവാണ്. അപ്പം ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, എൻ്റെ കുഞ്ഞിൻ്റെ ഈ ഞട്ട് ഇങ്ങെടുത്ത് തരണം, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ എന്ന് പറഞ്ഞു. ഈ നേർച്ച ഞാൻ നേർന്നു. 1 മിനിറ്റ് കൊണ്ട് തന്നെ അവരത് എടുത്തു. എനിക്കത് ഭയങ്കരമായ ഒരു അത്ഭുതമായിരുന്നു. എൻ്റെ ആങ്ങൾ ഓടി വന്ന് പറഞ്ഞു ഡോക്ടർ അത് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് ഇന്ന് ഞാൻ നടന്ന സംഭവമാണ്. അതിൻ്റെ സാക്ഷ്യം പറയാനാണ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. 2ാമത്തെ എൻ്റെ നിയോഗം എന്ന് പറഞ്ഞത് ഒരാഗ്രഹം സാധിച്ചു കിട്ടിയത് എൻ്റെ മൂത്ത കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഫസ്റ്റ് സ്കാനിങ്ങിൽ എനിക്ക് ബൈക്കോണോട്ട് യൂട്രസ് ആണെന്ന്. അപ്പം ഞാൻ കുവൈറ്റിലായിരുന്നു ആ സമയത്ത്. അപ്പം അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു അബോഷനായി പോകേണ്ടി വരുമായിരിക്കും. അപ്പം ഞാൻ ഭയങ്കര പേടിയായി. എൻ്റെ വെയിറ്റ് എല്ലാം കുറഞ്ഞു. എനിക്ക് ഹോർമോൺ ചേഞ്ചസ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. എൻ്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ബ്ലഡാണ്, ഞാൻ ഛർദ്ദിക്കുന്ന മൊത്തവും. എനിക്ക് പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ മമ്മിയാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. മമ്മി പറഞ്ഞു മാതാവ് ഈ കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞങ്ങളിന്ന് നിന്നോട് പ്രാർത്ഥിച്ചോളാം, നിൻ്റെ കുഞ്ഞായിട്ട് ഞങ്ങൾ വളർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ആ 8 മാസം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു 6 മാസത്തോളം തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായിരുന്നു. അല്ലാതെ എനിക്ക് ആ കുഞ്ഞിനെ കിട്ടത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ മാതാവിൻ്റെ പ്രാർത്ഥിച്ച് എനിക്ക് മാതാവ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്നു. പക്ഷേ 6 മാസം പ്രായമായപ്പം എൻ്റെ കുഞ്ഞ് എല്ലാവരെയും കുട്ടികളെ പോലെ അമ്മ അപ്പ എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ് പിന്നീട് ഇവൾ സംസാരിക്കുന്നില്ല.
അപ്പം ഞാൻ ഓർത്ത് എന്താ ഇവള് സംസാരിക്കാത്ത എന്താ. അപ്പം എല്ലാവരും പറഞ്ഞു 6 മാസമല്ല ആയുള്ളൂ, സംസാരിച്ചോളും എന്നിങ്ങനെ പറഞ്ഞു. 1 വയസ്സായി, 1.5 വയസ്സായി, സംസാരിക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കുട്ടിയെ എൻകറേജ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചുറ്റുമുള്ള പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കാണിച്ച് ഓരോന്നും അവളെ സംസാരിപ്പിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തു. പക്ഷെ ഒന്നും അവൾ സംസാരിക്കുന്നില്ല. അവൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം, അവൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൾ സംസാരിക്കുന്നില്ല. ഞാൻ വീണ്ടും വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു, അവർ പറയുന്ന രോഗങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്ന സംഭവങ്ങളായിരുന്നു. അപ്പോൾ എനിക്കറിയാം എൻ്റെ കുഞ്ഞിന് അങ്ങനെയൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. പിന്നെ അവർ പറഞ്ഞു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ഞാൻ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൊണ്ട് കാണിച്ചു. അപ്പോഴും അവർ പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര മോശമായിട്ടുള്ള, എന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കറിയാം എൻ്റെ കുഞ്ഞിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം അവൾ ഭയങ്കര ആക്റ്റീവാണ്, എല്ലാ കാര്യങ്ങളും അവൾക്ക് നന്നായിട്ട് അറിയാം. അവൾ എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചോദിച്ചാലും അവൾ അതെവിടെയാണോ ഇരിക്കുന്നത് അത് അവളെങ്ങനെ ചൂണ്ടിക്കാണിക്കും. അവൾ തലയും കൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞ് കാണിച്ചു തരും, റെസ്പോണ്ട് ചെയ്യും. പക്ഷെ സംസാരിക്കുന്നത് മാത്രമില്ല. 2 വയസ്സായിട്ടും സംസാരിച്ചില്ല. 2 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞ് സംസാരിക്കുവാണെങ്കിൽ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ ഇതുപോലെ രാവിലെ എഴുന്നേറ്റ് എൻ്റെ കുഞ്ഞിനെ ഞാനിങ്ങനെ പുറത്തുള്ള കാക്ക, പൂച്ച അങ്ങനെ കാണിച്ചപ്പം എൻ്റെ കുഞ്ഞെടുത്ത ഉടനെ എന്നോട് പറഞ്ഞു, അമ്മ കാക്ക പൂച്ച എന്ന് അവൾ പെട്ടെന്ന് എന്നോട് പറയുവാണ്. എനിക്കത് ഭയങ്കരമായിട്ടൊരു അത്ഭുതമായിരുന്നു. ഈ 2 സാക്ഷ്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എൻ്റെ അമ്മ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പരിശുദ്ധമയ്ക്ക് തിരുക്കുമാരന് 1000 നന്ദി പറയാം. ഈ 2 സാക്ഷ്യങ്ങളും, ഒന്ന് കുഞ്ഞിൻ്റെ മൂക്കിൽ ഒരു നട്ട് കയറ്റിയിട്ട് അതെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ മകൾ പറഞ്ഞൊരു കാര്യം, മാതാവേ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറയുന്നുള്ളിൽ തോന്നിപ്പിക്കുവാന്നാണ് പറഞ്ഞു. രണ്ടാമത്തേതിൽ മൂത്ത കുഞ്ഞ് സംസാരിക്കുന്നില്ല, പക്ഷെ എല്ലാം അറിയാം, ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറയുന്ന പെട്ടെന്നുള്ള ടൈമിൽ ഈ 2 കാര്യങ്ങളും സാധിച്ചു കിട്ടി. മൂത്ത കുഞ്ഞ് സംസാരിച്ചു, ഈ കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്ന് നട്ട് എടുക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് സാക്ഷ്യപ്പെടുത്താനുള്ള മനസ്സ് നമ്മൾ കാണിക്കണമെന്നുള്ളതാണ്. അതായത് പറയുന്നില്ലേ, 10 കുഷ്ഠരോഗികൾ സുഖപ്പെടുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, ഈ നാമാനല്ലാതെ വേറെ ആർക്കും വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തോന്നിയില്ലേ? ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യം നടന്നാലും ഓർത്തുകൊള്ളുക, അതിലൊരു ദൈവനാമ മഹത്വമുണ്ട്. കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. അപ്പോൾ പരിശുദ്ധമ്മയിലൂടെ ഈ കാര്യം നടക്കുമ്പോൾ ഈ സാക്ഷ്യം കാണുന്നവർ, കേൾക്കുന്നവർ പരിശുദ്ധ അമ്മയെ അറിയും, അമ്മയിലൂടെ ദൈവത്തെ അറിയും. അതാണ് ഇപ്പോൾ ജോസഫച്ചൻ്റെ ഒരു തീമായിട്ട് പോലെ എപ്പോഴും പറയുന്നത്, അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ അതിൽ ആഴപ്പെടുത്തുക എന്ന് പറയും. അപ്പോൾ തീർച്ചയായും ഈ സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഈ സഹോദരി ഇവിടെ വരികയും ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ 2 തവണയും സാക്ഷ്യപ്പെടുത്താമെന്ന് പറയുമ്പോഴാണ് ഈ കാര്യങ്ങൾ നടത്തപ്പെടുന്നത്.